ഇത് 2022 സെക്കൻഡ് ഓണർ എസ്പ്രസോ VXI ഓപ്ഷണൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് 2019 സാൻഡ്രോ സ്പോർട്സ് ഓട്ടോമാറ്റിക് വണ്ടി. സിംഗിൾ ഓണറാണ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് അൽക്കസാറാണ്. 2021 നവംബർ മാസം വണ്ടി. 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് 2022 കൈഗർ RXZ ടോപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർ. 59,000 കിലോമീറ്റർ ആണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ രാജഗിരി റോഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ടുള്ള പ്രീ ഓൺ യൂസ്ഡ് കാസാണ്. അതായത് ഹുണ്ടായുടെ പ്രീ ഓൺ യൂസ്ഡ് കാസാണ്. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാം, VTJ മോട്ടോഴ്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. പിന്നെ എളുപ്പം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേ എന്ന് പറയുന്ന ബിൽഡിംഗ്, ആ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഷോപ്പാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കോട്ടയം വാ, എറണാകുളം വാ, മലപ്പുറം വാ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇറങ്ങി തിരിച്ചാണ്. കോട്ടയത്തൊരു 3 കടക്കാർ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പം മലപ്പുറത്തൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ പറഞ്ഞിട്ട് കയറി നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 10-12 കട കയറി, പക്ഷെ ഒന്നും കൂടി സെറ്റായില്ല. ഇത് 3ാമത്തെ ദിവസമാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മളെ ഈ 2ാം വരവ് വരുന്നതിനകത്തുള്ള ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന് സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റി നോക്കാം. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്കാണ് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം മൊത്തം എല്ലാ വണ്ടിയും ഓട്ടോമാറ്റിക് കിടക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കും അതിന് മുകളിലോട്ടൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാനും എടുക്കാനും ഉള്ള നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന ഷോപ്പാണ്. അതേപോലെ തന്നെ മൊത്തം കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ് തോന്നിയും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വിശ്വസിച്ചെടുക്കാവുന്ന വണ്ടികളും കിടക്കുന്ന ഒരു ഷോപ്പാണ്. പിന്നെ വണ്ടികൾ കണ്ടിട്ട് കൊള്ളാം, എല്ലാം നല്ല വണ്ടികളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ബാക്കി അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ ബ്രോ നമസ്കാരം. ഞാൻ ഈ കടയിലെ ഈ ഷോപ്പിലെ ആദ്യത്തെ വീഡിയോ ആണ്. എൻ്റെ എറണാകുളത്തുള്ള വീഡിയോയിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം ഞാൻ ഈ കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ആദ്യ വീഡിയോ എന്നുള്ളതുകൊണ്ട് തന്നെ എന്നോട് ഇവിടുത്തെ മാനേജർ സാർ പറഞ്ഞായിരുന്നു ഫുൾ ടാങ്ക് എണ്ണ കൊടുക്കും എന്നുള്ള പറഞ്ഞായിരുന്നു. അതേപോലെ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന എല്ലാ വണ്ടിയും ഓട്ടോമാറ്റിക് വണ്ടിയാണെന്നും പറഞ്ഞു. ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് പറയാൻ പറഞ്ഞാൽ എത്ര തൊട്ട് പറയും? നമുക്കൊരു 1.60 തൊട്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് ഉണ്ട്. ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക്കലി 1.60 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് ഏകദേശം ഏത് വർഷമായിരിക്കും? അത് 2010 വണ്ടിയാണ്. i10 ആണ് വണ്ടി. ലോൺ കിട്ടുമോ? അതിന് ലോൺ കിട്ടത്തില്ല. പക്ഷെ ചെറിയ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ 1 സംതിങ് ഉള്ള വണ്ടി എടുത്താലും ഫുൾ ടാങ്ക് എണ്ണ കൊടുക്കുമോ? അത് നമുക്ക് ആലോചിക്കാം, കുഴപ്പമില്ല. ചെയ്തു കൊടുക്കാം. കാരണം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഷോപ്പ് കറക്റ്റ് എവിടെയാണെന്നുള്ളതെന്ന് വ്യക്തമായി കറക്റ്റായിട്ട് പറയാം. കാരണം ഞാനിത് തുടക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ശരിയാവണമെന്നില്ല. അതുകൊണ്ടാണ്. ഇത് കാക്കനാടാണ്. സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഇൻഫോ പാർക്ക് ഗേറ്റ്വേയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷോറൂം വരുന്നത്. VTJ മോട്ടോഴ്സ് എന്നാണ് ഷോറൂമിന്റെ പേര്. ഇത് സൗത്ത് ഭാഗമല്ലേ? സൗത്ത്, അതായത് കാക്കനാട് സൈഡ് തന്നെയാണ്. ഇത് കാക്കനാടാണ്. അത് ഞാൻ ഇവിടെ വന്നിട്ട് കറങ്ങി. ഇത് ഒരേ പേരിൽ സൗത്തിലും നോർത്തിലും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പക്ഷെ കാക്കനാട് എന്ന് പറഞ്ഞ് ഇതിപ്പോ രാജഗിരിയുടെ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നമ്മുടെ അടുത്ത് തന്നെയാണ് വരുന്നത്. ഇതേ നമ്മുടെ ഷോറൂമിന് ഒരു ലാൻഡ്മാർക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. നേരെ നമ്മുടെ ഇൻഫോ പാർക്ക് ഗേറ്റ്വേ ഉണ്ട്. ആ ഗേറ്റ്വേയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഓക്കെ. അതെ. അപ്പൊ നമുക്ക് ആദ്യം ഓൾട്ടോ നോക്കാം. ഓക്കെ. അല്ലെ സെലേറിയോ എന്ന് പറഞ്ഞു. സെലേറിയോ. അതെ. ഇത് 2018 സെലേറിയോ ആണ്. VXI ഓപ്ഷണൽ AMT വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അഡീഷണൽ ആയിട്ട് വെഹിക്കിളിൽ ഒരു ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല സീറ്റ് കവേഴ്സ് ഉണ്ട്. ഫ്രണ്ട് ടയേഴ്സ് നല്ല ടയേഴ്സ് ഉണ്ട്. ബാക്കിൽ ഒരു 50% പ്ലസ് ടയേഴ്സ് നിൽപ്പുണ്ട്. ഫ്രണ്ട് പവർ വിൻഡോ വരുന്നുണ്ട്, ബാക്കിലും പവർ വിൻഡോസ് ഉണ്ട്. ഡ്രൈവർ സൈഡ് എയർ ബാഗ്, 2 സൈഡിലും എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിയിൽ. 2 സൈഡും എയർ ബാഗ് ഉണ്ട് വണ്ടിയിൽ. 18 വണ്ടിയാണ്, അപ്പോൾ 2 സൈഡ് എയർ ബാഗ് ഉണ്ട്. ഏകദേശം എത്ര ചോദ്യം? ഇത് നമ്മൾ ചോദിക്കുന്നത് 4,80,000 ആണ്. 4,80,000. ഇതിപ്പം ഈ ഒരു മോഡൽ ഇറങ്ങിയ സമയത്ത് എത്ര കാണും വില? ഇതിന് വിലയുണ്ട്. ഓട്ടോമാറ്റിക് വെഹിക്കിൾ അല്ലേ, എങ്ങനെയായാലും 6,500 മേളിലുണ്ടായിരുന്നല്ലോ. 6,500 7 രൂപ അടുത്തുണ്ട്. പിന്നെ സെലേറിയോ ആണ്. ഈ എഞ്ചിൻ തന്നെയാണ് ആ സമയത്തുണ്ടായിരുന്ന വാഗണാർ, ആൾട്ടോ K10 എല്ലാ വണ്ടിയിലും വരുന്ന സെയിം K10 എന്ന് പറഞ്ഞ എഞ്ചിൻ തന്നെയാണിത്. അത്യാവശ്യം നല്ല റിലയബിൾ എഞ്ചിനാണ്. നല്ല ഇത് പിന്നെ 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. എത്ര രൂപ നമുക്ക് ഇത് ഇറക്കാം? 4,80 ആണ് ആസ്കിങ്. ജെനുവിൻ കസ്റ്റമർ വരുവാണെങ്കിൽ നമുക്ക് നെഗോഷ്യബിൾ ആക്കാം റേറ്റ്. അത് തന്നെ ഒരു 50 രൂപയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് 2018 സ്വിഫ്റ്റ് VXI AMT ആണ്.
സിംഗിൾ ഓണറാണ്, 52,000 കിലോമീറ്റർ, പെട്രോൾ ഓട്ടോമാറ്റിക് വെഹിക്കിൾ, ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. മൈനർ റീപെയിൻറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ റീപ്ലേസ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ? റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, മൈനർ റീപെയിൻറ്റ് കയറിയിട്ടുണ്ട്. അത് കൊച്ചിയിൽ ഓടുന്ന വണ്ടിയാണ്, റീപെയിൻറ്റ് എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ നമ്മൾ. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, എയർ ബാഗ്സ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് സൈഡ് ഹ്യൂമറേഴ്സ് ആണ്, കമ്പനി സ്റ്റീരിയോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട് വണ്ടിയിൽ. വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റൈൻഡ് ആണ്, ഇൻറ്റീരിയർ ആണെങ്കിൽ നല്ല മെയിൻറ്റൈൻഡ് ആണ്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, റീപെയിൻറ്റ് മാത്രമേ ഉള്ളൂ. അത് മൈനർ റീപെയിൻ്റ് ആണ്, മേജർ ആയിട്ടൊന്നുമില്ല. ഈ പറയുന്ന ബമ്പർ കോർണേഴ്സും ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്ന് പെയിൻറ്റ് അടിച്ചല്ലാതെ വേറൊരു കുഴപ്പമില്ല വണ്ടി. വേറെ 0 റീപ്ലേസ്മെൻ്റ് ആണ് വണ്ടി. എത്ര ചോദ്യം? എത്രയാണ്? നമ്മൾ 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പക്ഷേ നമുക്ക് നെഗോഷ്യബിൾ ആണ് റേറ്റ്. നല്ല കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വണ്ടി എടുക്കാം. ഇതൊരു നമുക്ക് അത്യാവശ്യം ഒരു 80 രൂപയൊക്കെ റേഞ്ച് ഉണ്ടെങ്കിൽ, 80 രൂപ 1 രൂപ റേഞ്ചിൽ താഴെ ഉണ്ടെങ്കിൽ നമുക്കിത് ഡൗൺ പേയ്മെൻറ്റ് ഇട്ട് ഇറക്കാൻ പറ്റും, ലോൺ ഇട്ട് ഇറക്കാം. ഇത് 2022 സെക്കൻഡ് ഓണർ എസ്പ്രസോ VXi ഓപ്ഷണൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്, പക്ഷേ നല്ല വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. കിലോമീറ്റർ എന്തോ ഓടി? കിലോമീറ്റർ 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഓണറായിട്ട് അത്ര ഓടിയുള്ളൂ? അത്രേ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്, നല്ല വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഇൻറ്റീരിയറും, 2 ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും എയർ ബാഗ് ഉണ്ട്. ഫ്രണ്ട് പവർ വിൻഡോസ് ആണ്. പയനിയറിൻ്റെ അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ടയേഴ്സ് ഉണ്ട് വണ്ടിയിൽ, 4 ടയറുണ്ട്. ഇൻറ്റീരിയർ ആണെങ്കിൽ നല്ല വൃത്തിയാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. സീറ്റ് കവർ ആയിട്ട് ചെയ്തിട്ടില്ല? സീറ്റ് കവർ അല്ല, കമ്പനി സീറ്റ് കവർ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. ചോദ്യം എത്രയാ നമ്മൾ ചോദിക്കുന്നത്? 4,75,000. ഇതൊക്കെ ഇറങ്ങിയപ്പോൾ എന്തോ കാണും വില? ഇത് ഇറങ്ങിയപ്പോൾ ഇതിന് വില കറക്റ്റ് എമൗണ്ട് ഒരു 6 രൂപ റേഞ്ച് ഉണ്ട്. 6 രൂപ? ആ, 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതെല്ലാം ഉണ്ട്. ടയേഴ്സ് ഉണ്ട് വണ്ടിയിൽ, 4 ടയറുണ്ട്. നല്ല കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. ടയേഴ്സ് തന്നെയാണ്. ഒരു ആക്സിഡന്റ് വണ്ടിയിൽ ഒന്നും മാറിയിട്ടും ഇല്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു റീപ്ലേസ്മെന്റ് പോലും ഇല്ല വണ്ടിയിൽ. അഡീഷണൽ ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്. കമ്പനിയിലെ നോർമൽ സ്റ്റീരിയോ ആണ് വരുന്നത്, അത് കസ്റ്റമർ മാറ്റി ടച്ച് സ്ക്രീന് റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. 2021 ഗ്രാൻഡേഡ് നിയോസ് മാഗ്ന സെക്കൻഡ് ഓണർ, 38,000 കിലോമീറ്റർ വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. ഇൻറ്റീരിയർ വേറെ സീറ്റ് കവറോ കാര്യങ്ങളൊന്നും ചെയ്യില്ല, കമ്പനി സീറ്റിലാണ് നിൽക്കുന്നത്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണറാണ്. ലോ കിലോമീറ്റർ ആണ്. ഇവിടെ മോസ്റ്റ്ലി എല്ലാ വണ്ടിയും ലോ കിലോമീറ്റർ ആണ്. ജെനുവിൻ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. നേരത്തെ കണ്ട വണ്ടി 10-22 ഓടിയോളൂ, സെക്കൻഡ് ഓണറായി. ഇവിടെ 800 കിലോമീറ്റർ ഓടി വണ്ടി വന്നിട്ടുണ്ട്. 800 കിലോമീറ്റർ ഓടി വണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇത് അത്യാവശ്യം ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തൊരു വണ്ടിയാണ്. ടച്ച് ആൻഡ് പോളിഷ് കയറിയിട്ടുണ്ടോ? റീപെയിന്റ് കയറിയിട്ടുണ്ട് വണ്ടിയിൽ. ക്വാർട്ടർ പാനൽ റീപെയിന്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ. ഉണ്ട്, അത് ഹിസ്റ്ററിയിലുണ്ട്. എത്ര ചോദ്യം? എത്രയാണ് ഇത്? നമ്മൾ 5,60,000 ചോദിക്കുന്നത്. 5,60,000. മൈലേജ് എന്തോ കിട്ടും? മൈലേജ് ഈ എഞ്ചിൻ വരുന്നത് നമ്മുടെ പഴയ ഗ്രാൻഡ് എയ്റ്റനിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. ഒരു 15-16 കിലോമീറ്റർ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നുണ്ട് മൈലേജ്. പിന്നെ സിറ്റിയിൽ ഒരു 13 കിലോമീറ്റർ 14 കിലോമീറ്റർ റേഞ്ചിലൊക്കെ വേരി ചെയ്യും. ഒരു 1.5-2 കിലോമീറ്റർ മാറ്റം വരും. പിന്നെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട് വണ്ടിയിൽ. ഓട്ടോ ഫോൾഡിങ് മിറേഴ്സ് ഉണ്ട് വണ്ടിയിൽ. പിന്നെ കീ ഫോബ്, മറ്റേ കീലെസ് എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഒരു 50 രൂപയൊക്കെ നമുക്ക് ഇറക്കുകയും ചെയ്യാം. 50-60 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഇത് പെട്രോൾ അല്ലേ? പെട്രോളാണ്. ഇത് 2019 സാൻഡ്രോ സ്പോർട്സ് ഓട്ടോമാറ്റിക് വണ്ടി. സിംഗിൾ ഓണറാണ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിയിൽ മൈനർ ഒരു ആക്സിഡൻ്റ് ഉണ്ട്. ബോണറ്റും ബമ്പറും ഒരു ഹെഡ്ലൈറ്റും മാറിയിട്ടുണ്ട് വണ്ടിയുടെ. വേറെ ബോഡി പാർട്സോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല. മൈനർ റീപെയിൻ ഉണ്ട് ബമ്പർ കോർണേഴ്സിൽ. വണ്ടി നമ്മൾ ചോദിക്കുന്നത് 4,60,000 രൂപയാണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. അതെ, ഓട്ടോമാറ്റിക് ആണ്. ഫ്രണ്ടും ബാക്കും പവർ വിൻഡോസ് വരുന്നുണ്ട്. സ്പോർട്സ് വേരിയൻ്റ് ആണ്. ടച്ച് സ്ക്രീനും വരുന്നുണ്ട് വണ്ടിയിൽ. അതൊക്കെ ഇൻബിൽഡ് തന്നെയല്ലേ? അതെല്ലാം ഇൻബിൽറ്റ് ആണ്. ഈ വണ്ടിയിൽ എക്സ്ട്രാസ് ഒന്നും ചെയ്തിട്ടില്ല. പറഞ്ഞ ഒരു ചെറിയൊരു പരിക്കോ വീഴ്ച കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇല്ല, ആപ്രോണോ കാര്യങ്ങളോ ഒന്നും ടച്ച് ആയിട്ടില്ല. ബോണറ്റ്, ഹെഡ്ലൈറ്റ്, ബമ്പർ, ഫ്രണ്ട് പോർഷൻ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് ചെറിയൊരു മൈനർ ആക്സിഡന്റിൽ മാറിയേക്കുന്നതാണ്. ഷോറൂമിൽ തന്നെയാണ് മാറിയേക്കുന്നത്. ഹിസ്റ്ററി ഉണ്ട് വണ്ടിക്ക്. അതെ. വണ്ടി കാണാൻ നല്ല ഷേപ്പ് ഉണ്ട് വണ്ടി. കാരണം ഷോറൂമിൽ തന്നെയാണ് ആ വർക്ക് എടുത്തത് വണ്ടിയുടെ. ഇതെന്താണ്? അത് സ്ക്രൂ ചെയ്തേക്കുന്നതാണ്. ബമ്പർ കോർണർ ജസ്റ്റ് സ്ക്രൂ ചെയ്ത് വെച്ചാണ്. അത് ടച്ച് ചെയ്തിടാം. പക്ഷെ ഫിറ്റ്മെന്റ് കറക്റ്റ് ആവാൻ വേണ്ടി അവർ പുറത്തുനിന്ന് സ്ക്രൂ ചെയ്തതാണ്.
അത് നമ്മൾ വർക്കൊന്നും എടുത്തിട്ടില്ല, കസ്റ്റമർ ആസ് ഇറ്റ് ഈസ് കണ്ടീഷൻ തന്നെയാണ് നിർത്തേക്കുന്നത്. നമ്മളിവിടെ എടുത്തിട്ടാണെങ്കിലും വർക്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വണ്ടിയിൽ. ഇത് അൽക്കസാറാണ്, 2021 നവംബർ മാസം വണ്ടി, 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്, വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. സിഗ്നേച്ചർ ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ഇതിൽ എത്ര എയർ ബാഗ് ഉണ്ട്? എയർ ബാഗ് 6 എയർ ബാഗ് ഉണ്ട്. 6 ഉണ്ട്. എയർ ബാഗ് മാത്രമല്ല, പാനറോമിക് സൺറൂഫ്, വെന്റിലേറ്റഡ് സീറ്റ്സ്, 360 ക്യാമറ, എല്ലാം ഫീച്ചർ ലോഡഡ് വണ്ടിയാണ്. പാഡിൽ ഷിഫ്റ്റ് വരെ ഉണ്ട് വണ്ടിയിൽ. ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് 2 ലിറ്റർ എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത്. മൈലേജ് എങ്ങനെയായിരിക്കും? മൈലേജ് ഒരു 12-13 ഹൈവേസിൽ, 15-15 ഹൈവേസ് കിട്ടും. ഒരു സിറ്റിയിൽ ഒരു 10-12 റേഞ്ചിൽ. കാരണം 2 ലിറ്റർ എഞ്ചിനാണ്, കാരണം അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടിയാണ്. പവറാണ്, കാരണം 4 ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട് വണ്ടിയിൽ. എൻ്റെ അടുത്ത് ഈ 7 സീറ്റർ വണ്ടികൾ ചെയ്യാത്ത എന്താണെന്ന് ചോദിക്കുന്ന ചില സുഹൃത്തുക്കൾ. ഞാനത് കാണിക്കാതെ പോന്നു എന്നൊരു പരാതിയുണ്ട്. നല്ല വൃത്തിയായിട്ട് കാണിച്ചു കൊടുക്കണം. അവർ പറയരുത്, എനിക്ക് അതിനോട് യാതൊരു ഇഷ്ടമോ കാര്യങ്ങളൊന്നുമില്ല. ചില ഷോപ്പുകാരത് വേണ്ടാന്ന് പറയാം, ആ വണ്ടി കാണിക്കണ്ടെന്ന് പറയും. അങ്ങനെ നമ്മൾ കാണിക്കാൻ പറ്റത്തില്ല. ഇത് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഇപ്പോൾ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിക്ക്. നമ്മുടെ ടീം തന്നെ ഫുള്ള് വാല്യുവേറ്റ് ചെയ്തിട്ടാണ് ഈ വെഹിക്കിൾ എടുത്തത്. ഓക്കെ, എത്ര ചോദ്യം? ഇത് 15,80,000 ചോദിക്കുന്നത്. ഇറങ്ങിയപ്പോൾ എന്തോ കാണും? ഇത് അന്ന് ഈ വണ്ടി ഇറങ്ങാൻ നേരത്ത് 25 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട്. ആ, ഇതൊക്കെ നമുക്ക് എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇതൊരു 1 ലക്ഷം, 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ താഴെയാണെങ്കിൽ ഇറക്കാം. അത് മാക്സിമം ചെയ്യാൻ പറ്റും, നമുക്ക് കുഴപ്പമില്ല. ഇത് 2023 2-ാം മാസം റെനോൾട്ട് ക്വിഡ് RXT AMT 1 ലിറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. വണ്ടി ഓടിയേക്കുന്നത് 43,000 കിലോമീറ്റർ ആണ്. സീറ്റ് കവേഴ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്, കമ്പനിയിൽ തന്നെ വരുന്ന സീറ്റ് കവേഴ്സ് ആണ്. ടച്ച് സ്ക്രീൻ ഉണ്ട് വണ്ടിയിൽ, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഉണ്ട്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ഉണ്ട്, 2 എയർ ബാഗ് വരുന്നുണ്ട് വണ്ടിയിൽ. വേറെ റീപ്ലേസ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഷോറൂം ഹിസ്റ്ററി അവൈലബിൾ ആണ് വണ്ടിക്ക്. ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് ആണ്. കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററി ഉണ്ട് വണ്ടിക്ക്, എല്ലാ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. എത്ര ചോദ്യം? നമ്മൾ 4,40,000 ചോദിക്കുന്നത്. 4,40,000. ഈ ഓട്ടോമാറ്റിക് വണ്ടികളായതുകൊണ്ടാണ് ഇത്രയും പ്രൈസ്. അതെ, പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഓട്ടോമാറ്റിക് കയറി വരാൻ നേരത്ത്. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മാറ്റം വരുമല്ലോ. ഇവിടെ മാത്രം ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അത് ഞാൻ കണ്ടില്ല. ഡോറിന്റെ ഇവിടെയും ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, ഈ സൈഡിലായിട്ട്. ഇവിടെ ഉണ്ട്, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സ്ക്രാച്ച് ഉണ്ട്. കുഞ്ഞു റീപെയിന്റ് കയറിയിട്ടില്ല വണ്ടിയിൽ. സ്ക്രാച്ച് ചില കസ്റ്റമേഴ്സ് സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ അപ്പം റീപെയിന്റ് ചെയ്യും. ചില കസ്റ്റമേഴ്സ് ഇവിടെ വരാൻ നേരത്ത് റീപെയിന്റ് ചെയ്യാതെ ഒറിജിനൽ പെയിന്റ് എടുക്കാൻ വരുന്ന ഒരാൾക്ക് ഇത് റീപെയിന്റ് ചെയ്ത് അത് നമുക്ക് സംസാരിച്ചിട്ട് റേറ്റ് എങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത് നോക്കിയിട്ട്. കാരണം നമുക്കിവിടെ സർവീസും അവൈലബിൾ ആണ്. റേറ്റ് നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പെയിന്റിങ്, കാരണം ചില കസ്റ്റമേഴ്സ് അവർക്ക് പരിചയമുള്ള സ്ഥലത്ത് പെയിന്റ് ചെയ്യാന്ന് പറയും. നമ്മളപ്പം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണോ താല്പര്യപ്പെടുന്നത് അതിനനുസരിച്ച് ചെയ്യാം. ഇത് 2022 ടാറ്റ പഞ്ച് അഡ്വഞ്ചർ വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർ, 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയിലൊരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, അത് കമ്പനി ടച്ച് സ്ക്രീനാണ്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്. AMT ഗിയർ ബോക്സ് ആണ്. 4 ഡോർ പവർ വിൻഡോ. അത്യാവശ്യം നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉള്ളൊരു വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ്സോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക്. ഇല്ല. വണ്ടി വന്ന അതേ സീറ്റ് കവേഴ്സ് തന്നെയാണ് വരുന്നത്. വേറെ സീറ്റ് കവർ ഒന്നും കസ്റ്റമർ ചെയ്തിട്ടില്ല. ടയറൊക്കെ അത്യാവശ്യം ടയേഴ്സ്. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട് വണ്ടിക്ക്. അത്യാവശ്യം ഒരു 60%-70% ടയേഴ്സ് ഉണ്ട്. ഫ്രണ്ടിലെ ടയേഴ്സ് ഒരു 75%, ഇതൊരു 60% ഉണ്ട്. എത്ര ചോദിക്കുന്നത്? എത്രയാണ് ഇത്? 6,25,000 ചോദിക്കുന്നത്. പക്ഷേ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 10-20 കുറയത്തോ ഉള്ളോ അതോ അതിൽ കൂടുതൽ? മാക്സിമം നമുക്കൊരു കസ്റ്റമർ, കാരണം ഒരു കസ്റ്റമർക്ക് വണ്ടി എടുക്കുന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. അവരൊന്ന് സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കാം. ഇത് 2022 കൈഗർ RXZ ടോപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർ, 59,000 കിലോമീറ്റർ ആണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. RXZ ആയതുകൊണ്ട് തന്നെ 4 വീൽ അലോയ് വീല് വരുന്നുണ്ട്. ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. നോൺ ടെർബോ വെഹിക്കിൾ ആണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ടച്ച് സ്ക്രീൻ ഉണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, 4 ഡോർ പവർ വിൻഡോ, സീറ്റ് കവേഴ്സ് കസ്റ്റമർ അഡീഷണൽ ചെയ്തതാണ്.
59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല, സീറോ റീപ്ലേസ്മെന്റ്സ് ആണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ് വണ്ടിയുടെ. ഡീസൽ അല്ലേ? പെട്രോൾ ആണ്. മൈലേജ് എങ്ങനെയാണ്? മൈലേജ് ഒരു 16-17 റേഞ്ചിൽ മൈലേജ് കിട്ടും. സിറ്റിയിൽ ഒരു 12-13 റേഞ്ചിലേക്കൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. ലോങ് ഡ്രൈവ്സിൽ നല്ല മൈലേജ് കിട്ടും, 18 വരെയൊക്കെ കിട്ടും. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. കീ ഫോബ് ആണ് വണ്ടിക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ തന്നെ വണ്ടി അൺലോക്ക് ആവും. നമ്മൾ അൺലോക്ക് ചെയ്യേണ്ടതില്ല, കീ പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അൺലോക്ക് ആവും വണ്ടി. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പ്യുവർ വിഷൻ്റെ DRLs ആണ്, ലൈറ്റ്സ് ആണ് വരുന്നത്. ഹെഡ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അത് ബമ്പറിലാണ് വരുന്നത്. ചോദ്യമൊക്കെ എങ്ങനെയാണ്? നമ്മൾ 6,35,000 ചോദിക്കുന്നത്. ഒരു 5 വർഷം 7 വർഷമൊക്കെ ലോൺ കിട്ടുമോ? 5 വർഷം എന്തായാലും കിട്ടും. പിന്നെ കസ്റ്റമർ പ്രൊഫൈലിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. അത് 2021 കൈഗർ RXT ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 49,000 കിലോമീറ്റർ ആണ്. ഈ വണ്ടി അപേക്ഷിച്ച് ഒരു സ്റ്റെപ്പ് കുറഞ്ഞ വേരിയൻ്റ് ആണ്. RXT ആണ് വരുന്നത്. വണ്ടിയിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉണ്ട്. മോഡ്സ് കാര്യങ്ങളില്ല, പക്ഷേ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, സിഗ്നൽ മൗണ്ട് കൺട്രോൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവർ അല്ല, കമ്പനി സീറ്റ് കവർ തന്നെയാണ്. അത്യാവശ്യം ക്ലീൻ ഇൻറ്റീരിയർ ആണ്. ഡ്യുവൽ ടോൺ വണ്ടിയാണ്. അപ്പോൾ സിൽവറും ബ്ലാക്കും വരും. ഇത് സിംഗിൾ ടോണും ഇത് ഡ്യുവൽ ടോണും ആവുന്നുണ്ട്. പിന്നെ ഇതിനും കീ ഫോബും കാര്യങ്ങളല്ലേ. അത് റൂഫ് ബ്ലാക്ക് ആണ് വരുന്നത്. പിന്നെ അലോയി അല്ല, ഫ്ലെക്സ് വീലാണ് വരുന്നത് വണ്ടിക്ക്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. കാണാൻ നല്ല വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റ്സോ ഒന്നുമില്ല വണ്ടിയിൽ. എത്ര ചോദ്യം എത്രയാ നമ്മൾ ചോദിക്കുന്നത്? 5.95. കാരണം നമ്മൾ അടുത്തുനിന്ന് മാറി കഴിയുമ്പോൾ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുന്ന ഫീച്ചർ ഈ വണ്ടിക്കുണ്ട്. ഇതിനുണ്ട്. കീ ഫോബ് ആണ് വണ്ടിക്ക് വരുന്നത്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് റീപെയിന്റോ അങ്ങനെ എന്തെങ്കിലും കയറിയിട്ടുണ്ടോ? മൈനർ റീപെയിന്റ് ബമ്പർ കോർണേഴ്സിൽ കയറിയിട്ടുണ്ട്. അല്ലാതെ മേജർ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഈ പറഞ്ഞ ചെറിയ സ്ക്രാച്ച് ഡെന്റ് കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ മേജർ ആയിട്ട് റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. റീപ്ലേസ്മെന്റ്സേ ഇല്ല. മൈനർ റീപെയിന്റ് ഈ ബമ്പർ കോർണേഴ്സിലൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇത് 2009 4th ഓണർ i10 സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ്. 4th ഓണറാണ് വണ്ടി. ചെറിയ പരിക്കുകളുണ്ട് വണ്ടിക്ക്. വണ്ടി 4th ഓണർ ആണെങ്കിലും വലിയ മോശം പറയാനില്ല. വണ്ടി എൻജിൻ വൈസും ഗിയർ ബോക്സും പക്കയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു ടച്ച് സ്ക്രീൻ കസ്റ്റമർ ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. റീപ്ലേസ്ഡ് ആയിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ ബമ്പർ കോർണർ ചെറിയൊരു പരിക്കുണ്ട്. ടയേഴ്സ് ലേശം കുറവുണ്ട് വണ്ടിയിൽ. ഇതാണ് നമ്മുടെ ഇവിടെ ഏറ്റവും വില കുറഞ്ഞ ഐറ്റം വരുന്നത്. ഇതാണ് 1 സംതിങ് പറഞ്ഞല്ലേ? അതെ. ഇതിപ്പോൾ 1.80 നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ നമുക്കൊരു 1.60 ഫൈനൽ ഇത് ചെയ്യാൻ പറ്റും വണ്ടി. ബോഡിക്ക് പറഞ്ഞ ബമ്പർ കോർണേഴ്സ് ചെറിയ ഒരു ഓടിച്ച് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണിത്. പിന്നെ വില കുറഞ്ഞൊരു ഐറ്റം നോക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും എഞ്ചിനും നല്ല ഗിയറും എഞ്ചിനും അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടിയാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഫോഗ് ലാമ്പ് ഈ വണ്ടിയിൽ വരുന്നത്. സ്പോർട്സ് വണ്ടി ആയതുകൊണ്ട് ഫോഗ് ലാമ്പിൻ്റെ കവർ മിസ്സിംഗ് ആണ് അവിടെ. അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ ഒരുപാട് പൈസയുടെ വണ്ടിയല്ല, ചെറിയ പൈസയുടെ വണ്ടിയാണ്. പക്ഷെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. 1.60 ഇപ്പോൾ ചോദിക്കുന്നത് നമ്മൾ. വണ്ടി എഞ്ചിൻ ബേ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ആക്സിഡന്റ് ഇല്ല വണ്ടിയിൽ. വണ്ടി ആണെങ്കിൽ വേറെ പാർട്സോ കാര്യങ്ങളോ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും പോയിട്ടൊന്നുമില്ല. പുതിയ ബാറ്ററിയാണ്. വേറെ പഴക്കമില്ലാത്ത ബാറ്ററിയാണ്. 1.60 ചോദിക്കുന്നു. ഇത് ഫുൾ പേയ്മെന്റ് ചെയ്യേണ്ട വണ്ടിയാണ്. ഫുൾ പേയ്മെന്റ് ചെയ്യേണ്ട വണ്ടി. ഇത് ലോൺ കയറാൻ ചാൻസ്. പക്ഷേ പുതിയ പേപ്പർ ഉണ്ട്. എത്ര വർഷം കൂടി ഉണ്ട്? ഇപ്പോൾ പുതിയ ടെസ്റ്റ് കഴിഞ്ഞ് നടക്കുന്ന വണ്ടി. അപ്പോൾ 5 കൊല്ലം കൂടി ഉണ്ട്. 2030 വരെ കിട്ടും. പേപ്പർ ഉണ്ട്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തന്നതിൽ ഒരു വണ്ടി, ആ പഴയ വണ്ടിയായിട്ട് കിടക്കുന്ന i10 ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടികളും കാണാനൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിരുന്നു. 1-2 വണ്ടിയിലാണ് ചെറിയ ടച്ച് ആൻഡ് പോളിഷിനുള്ള ചെറിയ രീതിയിലുള്ള പരിപാടികളുള്ളത്. ബാക്കിയുള്ള എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല നീറ്റ് വണ്ടികളായിരുന്നു. ആ രീതി വണ്ടി കണ്ടിട്ട് എനിക്ക് വലിയ പാകപ്പിഴകളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നിങ്ങൾ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ല പോലെ ചെക്ക് ചെയ്തെടുത്തുകൊണ്ട് പോവുക. സനൂപ് പറഞ്ഞ നല്ല ലാസ്റ്റ് വാക്ക്. അപ്പോൾ നല്ല രീതിയിൽ വന്ന് ചെക്ക് ചെയ്ത് നല്ല വണ്ടികൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ